ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞങ്ങൾ രണ്ടുപേരോടായിട്ട് വന്നേക്കുന്നത്, ഞാനും മോളും കൂടിയാണ് ഇന്ന് വീഡിയോയിൽ വന്നേ. അവക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡേ ആണ് ഇന്ന് ജൂൺ 1. എല്ലാവർക്കും വളരെ സ്പെഷ്യൽ ഡേ ആണ്. അമിനുവിന് ഒരുപാട് സ്പെഷ്യൽ ആണെന്ന് അവള് ഇന്നലെ മുതലേ പറഞ്ഞു തുടങ്ങി. ഉമ്മച്ചി, എനിക്ക് സ്കൂളിൽ പോകണം, എനിക്ക് സ്കൂൾ ഒരുപാട് മിസ് ചെയ്തു. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ഇത്രയും അവള് പറഞ്ഞില്ല. ഈ വർഷം ശരിക്കും അവക്ക് സങ്കടമില്ലയോ? എന്തൊക്കെയാ സ്കൂളിൽ മിസ് ചെയ്യുന്നത്? പൊതിച്ചോറ്, സ്കൂളിൽ പോകുമ്പോ അമ്മ ചേട്ടൻ തന്ന പൊതിച്ചോറ്, അങ്ങനെയൊക്കെ ഉള്ള ഐറ്റം. പിന്നെ കൂട്ടുകാരെ മിസ് ചെയ്യുന്നുണ്ട്, പിന്നെ സ്കൂൾ മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ ടീച്ചേഴ്സ്, നല്ല ടീച്ചേഴ്സ് എത്ര പേരുണ്ട്. അപ്പൊ നല്ല സ്നേഹമുള്ള ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ അവരെയൊക്കെ മിസ് ചെയ്യും. അവള് ഇന്നലെ മുതലേ അവിടെ റൂമില് അവള് ടീച്ചറും കുട്ടിയും കളിയായി 24 മണിക്കൂർ. അപ്പൊ ഇന്ന് എന്നോട് പറഞ്ഞു, അമ്മച്ചി എനിക്ക് പൊതി കെട്ടി തന്നു കഴിഞ്ഞാല് ഞാൻ റൂമില് ടീച്ചറും കുട്ടിയും കളിക്കുമ്പോ ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചോളാം, എനിക്ക് പൊതി കെട്ടി തരുമോ എന്ന് ചോദിച്ചു. പൊതി കെട്ടി തരുമോ എന്ന് ചോദിച്ചിട്ട് ഇന്ന് ഫുള്ള് പൊതിച്ചോറ്, പിന്നെ സ്കൂള് രാവിലെ യൂണിഫോം, ഓട്ടോ വരുന്നു, അല്ലെങ്കിൽ ഉമ്മച്ചി എന്നെ കൊണ്ടുവിടുന്നു, എനിക്കിതൊക്കെ അങ്ങ് ഓർമ്മ വരുക. ആ ഒരു ഫീൽ. അതുപോലെ കറക്റ്റ് ആ ടൈമിൽ ഇന്ന് മഴ പെയ്തു. എല്ലാ വർഷവും കറക്റ്റായിട്ട് സ്കൂളിൽ വിടുന്ന സമയത്ത് മഴ പെയ്യും. അപ്പം ആ ഒരു മഴയും രാവിലെ ഒരു വല്ലാത്ത ഫീലും ഒരു സങ്കടവും ഉണ്ടായിരുന്നു. പഠിച്ചവനെ എല്ലാം നമ്മുടെ ആ രോഗങ്ങളെല്ലാം പൊതുവെ മാറ്റി സ്കൂളൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് നമുക്കും നമ്മുടെ കുട്ടികൾക്കും എല്ലാം പ്രാർത്ഥിക്കാം. അതുപോലെ എനിക്കും ഒരുപാട് ഓർമ്മകളുണ്ട് പിന്നെ സ്കൂളിനെ പറ്റി. അപ്പൊ നമുക്ക് അതെല്ലാം കൂടെ വെച്ചിട്ട് ഇന്നൊരു പൊതിയൊക്കെ കെട്ടിയിട്ട് ഉച്ചയ്ക്ക് കഴിക്കാന്ന് വെച്ച്. അപ്പൊ പൊതിച്ചോറിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ ഇന്ന് തയ്യാറാക്കി. നല്ല കുത്തരിച്ചോറ് തന്നെ വേണം പൊതിക്ക്, എന്നാലേ ആ ഒരു മണവും ഗുണവും എല്ലാം കിട്ടും. വാഴയിലയിൽ പൊതിഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതുപോലെ പിന്നെ ബീട്രൂട്ട് തോരൻ, മോന് ഇഷ്ടപ്പെട്ടതാ ബീട്രൂട്ട് തോരൻ. മോക്ക് ഇഷ്ടപ്പെട്ട പയറ് മെഴുക്കുവരട്ടി, ചമ്മന്തി, മുട്ട മോനിഷ്ടം, മോക്ക് ബീഫ് സൺഡേ വാങ്ങിയതാണ്. ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് കിട്ടാൻ. അപ്പം സാധാരണ സൺഡേയിലൊക്കെ ബീഫ് വാങ്ങി അപ്പോഴേ തീർക്കും. ഇപ്പം നമുക്കറിയാം, നമുക്ക് തൊട്ടടുത്ത ദിവസം കറി വയ്ക്കാൻ ഒന്നും കാണത്തില്ല എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ചൊക്കെ ഇങ്ങനെ പിടിച്ചു വെക്കും. അങ്ങനെ വെച്ചിരുന്ന ബീഫാണ്. അതുപോലെ പിന്നെ അച്ചാറ് മസ്റ്റാണ്. അപ്പൊ ഇത്ര ഇൻഗ്രീഡിയൻസ് ഞാൻ റെഡിയാക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുഞ്ഞിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു പൊതി കെട്ടാം. അപ്പം നമ്മള് പൊതി കെട്ടാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്, അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടല്ല. ഇപ്പൊ എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും ഞാൻ ഒന്നുകൂടെ പറയുന്നതെന്ന് പറഞ്ഞാല്, വാഴയില നന്നായിട്ട് വാട്ടുക. അതിനുശേഷം ഈ പുറത്തെ ഒരു സംഭവമുണ്ട്, അത് നമ്മൾ കുറച്ചങ്ങ് എടുത്ത് കളയണം. അന്നേരം നമ്മുടെ ഇല ഒരു കാരണവശാലും പൊട്ടത്തില്ല എന്നാണ് പണ്ടുള്ളവർ പറയുന്നത്. അപ്പൊ അതെടുത്ത് കളഞ്ഞു കഴിഞ്ഞാല് ഇല പൊട്ടാതെ നീറ്റായിട്ട് നമുക്ക് വാഴയില പൊതി കെട്ടാൻ പറ്റും. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാരെ അതൊന്നും എടുത്ത് കളയാതെ കെട്ടിക്കൊണ്ട് വരും, ഇല പൊട്ടിപ്പോകും. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. കൊച്ചുനാൾ മുതലേ എൻ്റെ ഉമ്മ എനിക്ക് കെട്ടിത്തരുന്നത് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതില് ഫസ്റ്റ് ചോറിടാം. ഫസ്റ്റ് ചോറ് അമിനുവിന് വേണ്ടിയിട്ടാണേ. അമിനു എത്ര ഇടണമെന്ന് പറയണേ. അമിനു പറയുന്നത് ഇന്ന് കുറച്ച് തോനെ ചോറിട്ട് കാരണം കുറച്ച് തോനെ കഴിക്കൂന്നാ പറയുന്നത്. സാധാരണത്തിൽ നിന്നും അവള് തോനെ കഴിക്കൂന്നാ പറയുന്നത്. അപ്പം ഇത്രയും കഴിക്കുമായിരിക്കും. അപ്പം നല്ല അരച്ചുരുട്ടി അവക്ക് വേണ്ടിയിട്ട് ഞാനിന്ന് ചമ്മന്തിക്ക് എരിവ് കുറച്ചെടുക്കാം. ഞങ്ങൾക്കൊക്കെ എടുക്കുമ്പോൾ കുറച്ചും കൂടി എരിവോടെ എടുക്കുന്നത്. അവക്ക് വേണ്ടിയിട്ട് ഇന്ന് എരിവ് കുറച്ചിട്ട് എടുത്തെടുക്കുന്നത്. അപ്പം ചമ്മന്തി അത് നടുക്ക് വെക്കണം. അത് തന്നെയാണ് അതിൻ്റെ ഹൈലൈറ്റ്. ആ ഒരു മണം കിട്ടണമെങ്കിൽ ആ ചമ്മന്തി സെന്ററിൽ വരണം. അതിനുശേഷം നമുക്ക് മെഴുക്കുവരട്ടി വെക്കാം. നമ്മള് കൊടുത്തു വിടുമ്പോ ചിലപ്പം അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാനങ്ങ് കൊടുത്തു വിടും. അപ്പം അവരുടെ കൂട്ടുകാർ കഴിക്കും, അവര് കൂട്ടുകാർ കൊണ്ടുവരുന്നത് ഇവള് കഴിക്കാം. അപ്പം അവക്ക് ചില കാര്യങ്ങളൊന്നും അവക്ക് ഇഷ്ടമില്ല. മോന് ഇഷ്ടപ്പെടുന്നത് മോക്ക് ഇഷ്ടമില്ല. അപ്പൊ എന്നാലും ഞാൻ രണ്ടുപേർക്കും വെക്കുന്നത് രണ്ടുപേരെ ഇലയിൽ വെക്കുക. അപ്പൊ അവര് ഷെയർ ചെയ്ത് കഴിച്ചോളും. നമുക്ക് ബീഫ്, നമുക്ക് എല്ലാ രക്ഷകർത്താക്കൾക്കും അവനവന്റെ മക്കൾക്ക് ബീഫോ മീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇല്ലാതെ, ചിക്കനായാലും എന്തെങ്കിലും ഇല്ലാതെ മക്കൾക്ക് കൊടുത്തു വിടുമ്പോൾ ഒരു മനസ്സിനൊരു വിഷമമാണ്.
പക്ഷെ ഇതൊക്കെ കൂട്ടി കൊടുത്തു വിടുമ്പോൾ ഒരു സന്തോഷം. അതിനു വേണ്ടിയിട്ട് തലേന്ന് കഴിച്ചില്ലെങ്കിലും എടുത്തു വെക്കുന്ന ഒരുപാട് പേരൻസ് അറിയാം. ഒരുപാടല്ല, എല്ലാവരും എടുത്തു വെക്കും. അങ്ങനെ എൻ്റെ കുഞ്ഞിന് ഇത് നാളെ കൊടുത്തു വിടാം എന്ന് വെച്ചിട്ട് എടുത്തു വെക്കും. ഒരല്പം അച്ചാറില്ലെങ്കിൽ അത് കഴിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇത് സെറ്റായിട്ടൊന്ന് പൊതിയാം. നന്നായിട്ട് മണവും കിട്ടും. നന്നായിട്ട് അമർത്തി പൊതിഞ്ഞു കഴിഞ്ഞാല് ഇനി നമുക്ക് ഇതൊന്ന് ഇല പൊതിയാം, പേപ്പറിൽ പൊതിയാം. ഇനി ഇത് ഉച്ചയ്ക്ക് എടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു മണം ഒരു വേറെ ലെവൽ തന്നെ. പക്ഷേ സ്കൂളിൽ പൊതി കൊടുത്തു വിടുമ്പം ബാഗിൽ വെച്ചിട്ട് ചൂടടിച്ച് പൊട്ടുമോ എന്നുള്ള ടെൻഷൻ മക്കൾക്കുണ്ട്. വീട്ടിലെ കൂടുതൽ അവർക്ക് ഇങ്ങനെ പൊതിച്ചോറ് കഴിക്കാൻ ഇഷ്ടം. നമുക്ക് ഇനി അടുത്തത് മോന് വേണ്ടിയിട്ടുള്ള ഇലയാണ്. മോനും മോക്കും സ്കൂളിൽ രാവിലെ ചോറൊക്കെ കെട്ടി യൂണിഫോം ഒക്കെ ഇട്ട് കൊടുത്ത് അവരെ ഓട്ടോയിൽ അല്ലെങ്കിൽ കൊണ്ടുവിടുവാണെങ്കിലും കൊണ്ടുവിട്ട് അതൊരു സന്തോഷമാണ്. അനുഭവിക്കുന്ന എല്ലാവർക്കും അത് ഈ ഒരു ദിവസം നല്ല സങ്കടം തോന്നുന്ന ദിവസമാണ്. എനിക്ക് ശരിക്കും വിഷമം തോന്നി. എൻ്റെ മക്കള് വീട്ടിലിരുന്ന് പിള്ളേരങ്ങ് ആകെപ്പാടെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. സ്കൂളുണ്ടെങ്കിൽ അവർക്ക് വൈകിട്ട് വന്നിട്ട് സമയം തികയത്തില്ല. നമ്മുടെ അടുത്ത് സ്കൂളിലെ വിവരങ്ങളൊക്കെ പറയാനും എന്തെല്ലാം കാണും പറയാനും. അങ്ങനെ മക്കൾക്ക് മാത്രമല്ല സ്കൂൾ ജൂൺ 1 ഞങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ പൊതി കെട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഹസ്ബൻഡിനും എനിക്കും മക്കൾക്ക് 2 പേർക്കും വേണ്ടിയിട്ട് 4 പൊതി കെട്ടിയിട്ടുണ്ട്. അപ്പം ഇപ്പം അവള് പറയുന്നത് എന്താണെന്ന് അറിയാമോ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വാരി കൊടുക്കാൻ. രാവിലെ കാപ്പി എന്താ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമ്മളത് പെട്ടെന്ന് വാരി കൊടുക്കുമല്ലോ, അതുകൂടെ കൊടുക്കാനാണ് പറയുന്നത്. അപ്പം ഇന്ന് 12 മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണം. അപ്പം നമുക്ക് കഴിക്കുന്ന വീഡിയോ എടുക്കത്തില്ല. കഴിക്കുന്ന വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും കാണുക. ആരൊക്കെ ഇന്ന് പൊതിച്ചോറ് കെട്ടിയിട്ടുണ്ട്, ജൂൺ 1 മറന്നിട്ടില്ല, എത്ര കുട്ടികളുണ്ട് ഇങ്ങനെ ജൂൺ 1 അയവിറക്കിയ കുട്ടികൾ? അവരൊക്കെ എനിക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഞാനിതുപോലെ പൊതി കെട്ടി, ഞങ്ങളിന്ന് കഴിച്ചു, ആ ഒരു പൊതി. അല്ലെങ്കിൽ അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിലുള്ള കറി കൂട്ടി എന്താണോ ചമ്മന്തി, മുട്ട പൊരിച്ചത്, ഒരു തോരനോ അല്ലെ ഒരു മെഴുക്കറ്റോ അതൊക്കെ വെച്ചിട്ട് ഒരു പൊതിയൊക്കെ കെട്ടിയിട്ട് നിങ്ങൾ കഴിക്കണം. ഒരിക്കലും മിസ് ചെയ്യരുത് ആരും. തീർച്ചയായിട്ടും നിങ്ങൾ കഴിക്കുക. അപ്പം കഴിക്കാൻ ഇന്ന് കഴിച്ചവർ തീർച്ചയായിട്ടും കമൻറ്റും ചെയ്യണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നല്ല വീഡിയോസുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ടേക്ക് കെയർ, ബൈ ബൈ.